ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷയുടെ റിസൾട്ട് ഫലം മെയ് 22 കൃത്യം 3 മണിക്ക് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളെ അറിയിക്കേണ്ട എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. കീം 2025 നിങ്ങളുടെ റിസൾട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് ലഭിച്ചു എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇനി വരേണ്ടത് നിങ്ങളുടെ +2 റിസൾട്ടാണ്. ആ +2 മാർക്കും കീം മാർക്കും കൂടെ ചേർത്ത് ഒഫീഷ്യലി ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റും പിന്നെ കോളേജ് പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു കാര്യമാണ് ബി ഫാർമിൻ്റെ എക്സാം എഴുതിയ കീമിനോളം തന്നെ ഒരു 80% വിദ്യാർത്ഥികളും ബി ഫാർമസിയുടെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണ്? അവരുടെ റിസൾട്ട് ഇതിൻ്റെ കൂടെ പ്രഖ്യാപിച്ചോ അതേ ഇനി സെപ്പറേറ്റ് ഒരു റാങ്ക് ലിസ്റ്റായിട്ട് വരുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഡൗട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ബി ഫാർമസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യമേ ഞാൻ പറയുന്നത്, നമ്മുടെ കീം പരീക്ഷയെ പോലെ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ മാർക്ക് കൂടി ഈ ഒരു ബി ഫാർമസിയുടെ അഡ്മിഷനായി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് ബി ഫാർമസിക്ക് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ എക്സാമിന് എഴുതിയത്, നിങ്ങൾ കീം ഓൾറെഡി എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 2 പോർഷൻസ് മാത്രം, മാത്സ് ഒഴിച്ചുള്ള ബാക്കി മാർക്കായിരിക്കും നിങ്ങളുടെ ഈ ഒരു ബി ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് ഡയറക്റ്റ് പരിഗണിക്കുക. അതിന് ഈ മെയ് 22 നിങ്ങളുടെ +2 റിസൾട്ട് വരുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ പോർട്ടലിൽ ആ ഒരു +2 മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ ബി ഫാർമസിയുടെ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട, ഞങ്ങൾക്ക് ഇതിനുള്ള ഓപ്ഷൻ വന്നില്ലല്ലോ, ഞങ്ങൾക്ക് എന്താ വരാത്തതെന്നൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ട. അത് കീമിനുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ആ ഒരു +2 മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ആ ഒരു പോർട്ടലിൽ ഉണ്ടാവുക. ഈ ബി ഫാർമസി വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു +2 മാർക്ക് ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാം എന്ന കാര്യങ്ങളും മുന്നോട്ട് നിങ്ങൾക്ക് നടക്കുന്നതുമായിരിക്കും. ഇനി മെയിൻലി നമ്മുടെ കേരളത്തിൽ ഈ ഒരു നേഴ്സിംഗ് അതുപോലെ തന്നെ നമ്മുടെ MBBS തുടങ്ങിയുള്ള അലോട്ട്മെൻറ്റുകൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ബി ഫാർമസിയുടെ അലോട്ട്മെൻറ്റ് വരിക. കഴിഞ്ഞൊരു 4 വർഷം വരെയും ഈ കീമിൻ്റെയും ബി ഫാർമസിയുടെയും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇത് സെപ്പറേറ്റ് ആക്കി തുടങ്ങി. അതായത് കീം ആദ്യമേ വരും, അതിനുശേഷം മാത്രമേ എന്ത് വരികയുള്ളൂ, ഈ ഒരു ബി ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. ഈ വർഷം ചിലപ്പോൾ മാറ്റി ഒരുമിച്ച് വന്നാൽ പോലും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നത് വളരെ വൈകിട്ടായിരിക്കും. അത്രയും ക്ഷമ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് വരുന്നതിൽ കാത്തിരിക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ നമുക്കപ്പം കേരളത്തിൽ പല വിദ്യാർത്ഥികളും ഈ ഒരു ബി ഫാർമസി കോളേജുകളിൽ പ്രവേശനം നേടിയതിന് ശേഷം ഈ ഒരു BSc നേഴ്സിംഗ് അല്ലെങ്കിൽ നീറ്റ് എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അലോട്ട്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായും ഈ ബി ഫാർമസിയിൽ കോളേജുകളിൽ കയറിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പൊഴിഞ്ഞു പോകുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതായത് BSc നേഴ്സിംഗിലേക്കും മറ്റ് ഗവൺമെൻറ് കോളേജുകളിലേക്കും നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ പോകുന്നൊരു പ്രവണത വളരെ വലുതായിട്ട് തന്നെ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ BSc നേഴ്സിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റെങ്കിലും വന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഈ ഒരു ബി ഫാർമസിയുടെ അലോട്ട്മെൻറ്റുകൾ പരിഗണിച്ചു തുടങ്ങും. അത് ആ ഒരു സീറ്റിംഗ്, എല്ലാ കോളേജുകളിലെയും സീറ്റ് ഉറപ്പ് വരുത്തുക എന്നൊരു ലക്ഷ്യത്തോടെ ആ ഒരു സർക്കാർ നടക്കുന്നതാണ്. ഇനി നമ്മുടെ കോളേജുകളിലേക്ക് വന്നാൽ കേരളത്തിൽ മൊത്തത്തിൽ 5 കോളേജുകളാണ് പൂർണ്ണമായും ഗവൺമെൻറ് അധിഷ്ഠിത ബി ഫാർമസി കോളേജുകളായിട്ടുള്ളത്. അതിൽ നമ്മുടെ കോഴിക്കോടും ആലപ്പുഴയും ഉള്ള കോളേജുകളിൽ 22 സീറ്റ് വീതവും, കണ്ണൂർ, തിരുവനന്തപുരം, അതുപോലെ തന്നെ മറ്റൊരു കോളേജ് കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം ഈ 3 കോളേജുകളിലും 66 സീറ്റ് വീതവുമാണ് ഈ ഒരു ഫാർമസി വിദ്യാർത്ഥികൾക്കായിട്ട് ഗവൺമെൻറ് കോളേജുകളിലുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആ കോളേജുകളെ പറ്റിയുള്ള പൂർണ്ണമായ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം മെയിൻലി നമുക്ക് പൂർണ്ണമായും ഗവൺമെൻറ് കോളേജുകൾ 5 ആണ്. അതിൽ കോഴിക്കോടും
ആലപ്പുഴയും 22 സീറ്റുകളും, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവയിൽ 66 സീറ്റുകളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബി ഫാർമസി റിസൾട്ടും ഈ ഒരു കീമിൻ്റെ റിസൾട്ടിനോടൊപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് +2ൻ്റെ മാർക്ക് വരുമ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്കായിരിക്കും ഒരു ഏകദേശം ഡേറ്റ് ആയിട്ട് പറയുന്നത് ജൂൺ 2ാം ആഴ്ചക്കകത്ത് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ കോളേജ് അലോട്ട്മെൻറ്റും കാര്യങ്ങളും. ഇതിനെപ്പറ്റി എന്തെങ്കിലും വിധത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വരുന്ന വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുറന്നോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.